ഹലോ, ഗുഡ് ഈവനിങ്. ഫ്രാൻസിസ് ആൻഡ് പ്രദീപ സുധീർ. ഞാൻ ഓഡിബിൾ ആണോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാം. ഞങ്ങൾക്ക് കേൾക്കാം. കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ ഫ്രാൻസിസ്. ഫ്രാൻസിസ് കേൾക്കുന്നുണ്ട്. ഇനി പ്രദീപ. പ്രദീപ ഓഡിബിൾ ആണ്. ഞാൻ പറയുന്നത് വ്യക്തമാണോ പ്രദീപ? ഓക്കെ. അപ്പോൾ ഇന്ന് 27-ാം തീയതി മാർച്ച് ബുധനാഴ്ചത്തെ നമ്മുടെ വെൽക്കം മീറ്റിങ്ങിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. ഓക്കൽ കെയറിൻ്റെ വെൽക്കം മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓക്കൽ കെയർ ട്രെയിനിങ് എന്ന് പരിചയപ്പെടാനായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിക്കാനും കുറച്ചുകൂടെ ഈ ട്രെയിനിങ്ങിനെ കുറിച്ചൊരു വ്യക്തത ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെൽക്കം മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ ഐ അപ്രീഷിയേറ്റ് യു. ഞാൻ കുറച്ച് എന്താ പറയണ ചെറിയൊരു പരിഭവത്തിലാണ് ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്നത്. കാരണം ഈ വോക്കൽ കെയറിൻ്റെ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഈ ഒരു വെൽക്കം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാം ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. വോക്കൽ കെയർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നോ? ഞാനുണ്ടായിരുന്നു. ഓക്കെ. ഈ മീറ്റിംഗ് ലിങ്ക് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലല്ലോ. ആ, ടെലഗ്രാമിലല്ലേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതാ പറഞ്ഞത്. സാറ് പറ്റുമെങ്കിൽ ഒന്ന് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം ആ നമ്പര് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അപ്പോൾ അത് കോള് ഉപയോഗിക്കാത്തത് കൊണ്ട് പിന്നെ അത് ഫ്ലൈറ്റ് മോഡിലിട്ട് വെറും വാട്സപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് റീചാർജ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു പോലും, നവംബറിലെങ്ങാണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അപ്പോൾ അതിൻ്റെ ആക്സസ് എനിക്ക് നഷ്ടമായി. അപ്പോൾ ആ നമ്പർ ഞാൻ ഉപയോഗിക്കാതെ കോളും റീചാർജും ഒന്നും ചെയ്യാത്തത് കൊണ്ട് കട്ടായിട്ട് വേറെ ആർക്കും ആ നമ്പർ അവർ അലോട്ട് ചെയ്തു. അപ്പോൾ അതൊന്ന് ഈവനിങ്ങിലാണ് ഞാൻ അറിയുന്നത്. എനിക്ക് ആ ആക്സസ് നഷ്ടമായി ആ വാട്സപ്പിൽ നിന്ന്. അപ്പോൾ എനിക്ക് ലോഗിൻ ചെയ്യാനും പറ്റുന്നില്ല, അവരോട് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ, എനിക്കൊന്ന് ഒത്തിരി പേര് അതിനകത്ത് 45ഓളം പേരുണ്ടായിരുന്നു. 10-15ഓളം പേര് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അതിനകത്ത് റെസ്പോണ്ടും ചെയ്തിരുന്നു. അപ്പോൾ സാറ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമെങ്കിൽ നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്ക് ആ ഗ്രൂപ്പിൽ വന്നിട്ടിട്ട്, മീറ്റിംഗ് ഓൾറെഡി ഓൺ ആണ്, ഒന്ന് ജോയിൻ ചെയ്യാൻ പറയാമോ? ഞാൻ പറയുന്നത് കേട്ടോ? അത് ഇല്ല, സക്സസ്ഫുൾ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്കൊരു 3 മിനിറ്റ്സ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് കണ്ടിട്ട് ചിലപ്പോൾ 1-2 പേർ ജോയിൻ ചെയ്താലായി. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? ഫ്രാൻസിസ്. എൻ്റെ പേര് ഫ്രാൻസിസ് വടാന. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. കോഴിക്കോട് സിറ്റിയിലാണ്. പിന്നെ റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. ഓക്കെ. 61 വയസ്സായി അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒരു വലിയ പ്രൊഫഷണൽ രൂപത്തിൽ പാട്ട് പാടുന്നതല്ല, ചുമ്മാ ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ. 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 എന്തായാലും നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് എന്താണ് നിങ്ങളുടെ പാടുമ്പോഴുള്ള പ്രശ്നങ്ങളെന്ന് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് ഡെൽന എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ചെയ്തിരുന്നത്, സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ പാട്ട് പാടുമ്പോൾ ഒരു കാറ്റ് മാത്രമായിട്ട് വരുന്നു എന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഒരു വോയിസ് ചാറ്റിൽ ശ്രദ്ധിച്ചത്. അപ്പോൾ പാട്ട് പാടുമ്പോൾ ആ ഒരു കപ്പാസിറ്റി, സിംഗിങ് കപ്പാസിറ്റി സ്ട്രോങ് അല്ല. അതിനകത്ത് വോക്കൽ കോഡ്സ്, നമ്മുടെ ഈ ശബ്ദം ഉണ്ടാകുന്ന വോക്കൽ കോഡ്സും ആ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാത്തത് കൊണ്ടാണ്, ആ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പാട്ട് പാടുമ്പോൾ ടയേർഡ് ആകുന്നതും വോക്കൽ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. ഈ കാറ്റ് പോലെ മാത്രം വരും. സംസാരിക്കാൻ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മീഡിയം ഒരു സ്ട്രെങ്ത് മതി. പക്ഷെ പാടുമ്പോൾ കുറച്ചധികം എഫേർട്ട് വേണം. ആ തൊണ്ടയിലെ മസിൽസൊക്കെ കുറേ കൂടെ പ്രഷറൈസ് ചെയ്യും. ആ പ്രഷർ കൂടുമ്പോൾ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ആ മസിൽസിന് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഈ കാറ്റ് മാത്രമായിട്ട് വരുന്നത്. പക്ഷെ അത് ശരിക്കും എക്സസൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്താൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഡെൽന ചോദിച്ചതിലുള്ള ഒരു ആൻസറാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഡെൽന ഈ മീറ്റിങ്ങിലുണ്ട്. ബട്ട് എനിക്കറിയില്ല പുള്ളിക്കാരത്ത് ഇത് കേൾക്കുന്നുണ്ടോ. എനിവേ ഞാൻ ഈ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഒരുപക്ഷെ അവർക്ക്
ഇത് പ്രയോജനകരമാകുമെന്ന് കരുതുന്നു. വേറൊരു ടീച്ചർ, ലൈല ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചർ അതിനകത്ത് പറഞ്ഞത് പെട്ടെന്ന് ഒരു ദിവസം ശബ്ദം പോയി, ഇപ്പോൾ വോക്കൽ സ്ട്രെയിൻ ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ്. 2015 ഞാൻ നേരിട്ട ഒരു പ്രശ്നമാണ് ഈ ടീച്ചർ പറഞ്ഞത്. ടീച്ചേഴ്സ് പ്രത്യേകിച്ചും അവർ പാടുകയും ഈ ഒരു പിള്ളേരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശബ്ദം വല്ലാതെ ഉപയോഗിക്കുന്നു. അപ്പൊ ശരിക്കും ശബ്ദത്തിന് റെസ്റ്റ് കിട്ടാതെ ശബ്ദം എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ശബ്ദം കേടുപാടുകൾ ഉണ്ടാകും. അങ്ങനെ പറ്റുന്നതാണ് ഈ ഒരു ശബ്ദം പോകുന്ന പ്രശ്നം. ഈ വോക്കൽ കെയർ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം രൂപപ്പെടുത്താൻ തന്നെ കാരണമായത് എനിക്കിങ്ങനെ ശബ്ദം പോയപ്പോഴാണ്. ശബ്ദം പോയപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തതിന് പ്രകാരമാണ് ഈ വോക്കൽ കെയർ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അതായത് മരുന്നുകളൊന്നും ഇല്ലാതെ നമ്മുടെ എക്സസൈസുകൾ, നമ്മുടെ ശരീരത്തിന് ബോഡിക്കൊക്കെ ചെയ്യുന്ന എക്സസൈസുകൾ പോലെ ഇതിനൊരു എക്സസൈസ് പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു വോയിസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു എഫർട്ടാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ കൂടുതൽ വിവരങ്ങളെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഈ ഒരു 3 പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആർക്കൊക്കെ ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാം എന്നുള്ളത് നമ്മൾ കവർ ചെയ്യുന്നു. എവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഗോൾ എന്താണ്, ഈ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഗോളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു ഗോൾ, പിന്നെ ഒരു മീൻസ്, എങ്ങനെയാണ് ഈ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ് പ്രയോജനപ്പെടുന്നതെന്ന് ഞാൻ പറയാം. ആദ്യം 5 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും പ്രയോജനം ചെയ്യും. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടുന്നത് ശരിക്കും നല്ലൊരു അവരുടെ ശബ്ദം, ഒരു ഓൺ വോയിസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ടീനേജിലെ കുട്ടികൾ വളരെ ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു സമയമാണ് ശബ്ദം സംബന്ധിച്ച്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പുരുഷന്മാരെ ശബ്ദവുമില്ല, എന്നാൽ ഫീമെയിൽ വോയിസും അല്ല, ഇങ്ങനെ കൺഫ്യൂഷൻ ആകുന്ന ഒരു സമയമാണ് ടീനേജർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവർക്ക് ശരിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള വോയിസ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ടീനേജിൽ വരുമ്പോഴാണ് നന്നായിട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന പിള്ളേർ ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നത്. ആ ശബ്ദം ചേഞ്ച് ചെയ്യുന്ന സമയം അവരിങ്ങനെ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. ബട്ട് അതിൻ്റെ ആവശ്യമല്ല. ആ ഒരു കാലഘട്ടത്തെ ശരിയായി മെയിൻറ്റെയിൻ ചെയ്താൽ അവർക്ക് നന്നായിട്ട് ഒരു ശബ്ദത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പാട്ടിൽ ഒരു തുടക്കക്കാർക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം. സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അക്കാഡമിക് തലത്തിൽ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഈ ഒരു ട്രെയിനിങ് പ്രയോജനം. കാരണം അക്കാഡമിക് തലത്തിലെ പഠനത്തിൽ ഒന്നിലും വോക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതായത് വോയിസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഏറ്റവും അത്യാവശ്യമുള്ളത് ആ ഒരു കാര്യമാണ്. എന്ത് പാടണം എന്നൊക്കെ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ സ്റ്റഡി ഉണ്ട്. പക്ഷേ എങ്ങനെ പാടണം എന്നുള്ളത് ഒരു സ്റ്റഡി ആയിട്ട്, അല്ലെങ്കിൽ വോക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് സംഗീതം പഠിക്കുന്നവർക്കും ഈ ഒരു ട്രെയിനിങ് പ്രയോജനം ചെയ്യും. സംഗീതം പഠിക്കാത്തവർക്കും ഇത് പ്രയോജനം ചെയ്യും. അവരുടെ ശബ്ദം എക്സസൈസിലൂടെ ഡെവലപ്പ് ചെയ്യാനും ബേസിക് ആയിട്ടുള്ള സംഗീതത്തെക്കുറിച്ചുള്ള തിയറീസ് മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു ട്രെയിനിങ് പ്രയോജനം ചെയ്യും. പിന്നെ പാട്ട് പാടുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന സിംഗേഴ്സ്, ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർ, പിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ, ശ്രുതി ഫോക്കസ് ചെയ്യാൻ ഒരേ സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർ, അതുപോലെ കഫത്തിൻ്റെ പ്രശ്നം, വോക്കൽ കൺഫ്യൂഷൻ, ഞാൻ ഏത് ശബ്ദത്തിൽ പാടണമെന്നൊക്കെ കൺഫ്യൂഷൻ ആകുന്നവർ, അങ്ങനെയൊക്കെയുള്ള സിംഗിങ് പ്രോബ്ലംസ് അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഈ ഒരു ട്രെയിനിങ് പ്രയോജനം ചെയ്യും. പലർക്കും അവരുടെ ഉള്ളിൽ സംഗീതമുണ്ട്, പക്ഷെ അത് പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയുണ്ട് ഈ വോയിസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ട്രെയിനിങ് പ്രയോജനം ചെയ്യും. അതോടൊപ്പം നന്നായിട്ട് പ്രൊഫഷണലി പാടുന്നവർക്കും ഈ ഒരു ട്രെയിനിങ് പ്രയോജനം ചെയ്യും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വോയിസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും. ചിലരൊക്കെ സ്റ്റേജിൽ 1-2 പാട്ടൊക്കെ പാടുമ്പോൾ പിന്നെ വോക്കൽ സ്ട്രെയിൻ ഉണ്ടാകും. ആ ഒരു വോക്കൽ സ്റ്റാമിന അവർക്ക് കിട്ടത്തില്ല. ആ ഒരു ഷോയുടെ അവസാനം വരെയും സ്റ്റഡി ആയിട്ട് വോയിസ് കൊണ്ടുപോകാനായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു വോയിസ് കിട്ടത്തില്ല. അതല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യുന്നവർ തുടക്കത്തിലൊക്കെ നല്ല ശബ്ദമായിരിക്കും, പിന്നെ ആ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ അവർക്ക് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ അവരുടെ ആ പ്രോഗ്രാമിലൊക്കെ ത്രൂ ഔട്ട് ആ ഒരു വോയിസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും വോക്കൽ സ്റ്റാമിന വീണ്ടെടുക്കാനായിട്ടൊക്കെ അവർക്ക് സാധിക്കും. അപ്പോൾ പാട്ടുകാർക്ക് മാത്രമല്ല, പ്രീച്ചേഴ്സിനും പ്രഭാഷകർക്കും എല്ലാ ജോണറായിട്ടുള്ള, അതിപ്പോൾ മാപ്പിളപ്പാട്ടാകട്ടെ, ഗസലാകട്ടെ, സിനിമാ ഗാനമാകട്ടെ, ഏത് ടൈപ്പ് ഓഫ് എല്ലാ രീതിയിലുള്ള പാട്ടുകൾ പാടുന്നവർക്കും
ഈ ഒരു ട്രെയിനിങ് പ്രയോജനം ചെയ്യും. അതോടൊപ്പം സ്റ്റേജ് ഫിയർ കൊണ്ട് പാട്ട് മിസ്റ്റേക്ക് പറ്റുന്നവരുണ്ട്. പിന്നെ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് നല്ല സമയത്ത് ചില വീട്ടമ്മമാർ അവർക്ക് നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന ചിലർ പറയും കല്യാണം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ അങ്ങ് ഡ്രോപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയിട്ട് നന്നായിട്ടൊക്കെ പാടുന്നവർ പിന്നെ ഗൾഫിലൊക്കെ പോയി പ്രാരാബ്ദങ്ങളായപ്പോൾ പാട്ടൊക്കെ വിട്ടു എന്ന് പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്തവർക്ക് കുറേ ദിവസം പാടാതിരിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ, വോക്കൽ സ്ട്രെയിൻ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മാറ്റി കിട്ടുന്നതിന് ഈ എക്സസൈസ് സഹായിക്കും. അതോടൊപ്പം തന്നെ ഈ ശബ്ദം ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും, അത് ടീച്ചേഴ്സ് ആകട്ടെ, ആക്ടേഴ്സ് ആകട്ടെ, ആർജേസ്, എല്ലാവർക്കും ഈ ഒരു ട്രെയിനിങ് പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു സിംഗറെ നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് എനർജറ്റിക് ആയിട്ട് പുള്ളി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഹീസ് എൻജോയിങ് ഹിംസെൽഫ്. ഞാൻ പാടുന്നത് എനിക്ക് ആസ്വദിക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ ആസ്വദിക്കുമ്പോഴാണ് എന്നെ കേൾക്കുന്നവർക്കും ആസ്വദിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ഒരു ടാർഗറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് മേക്ക് യുവർ സെൽഫ് സാറ്റിസ്ഫൈ, നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തുക, ആൻഡ് യുവർ ഓഡിയൻസ്, എന്നിട്ട് നമ്മുടെ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക. മേക്ക് യുവർ സെൽഫ് ആൻഡ് യുവർ ഓഡിയൻസ് ഹാപ്പി. നമ്മളെയും നമ്മുടെ ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള, അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗോൾ. മറ്റ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ച് പറയാം. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ വോയിസ്, നമ്മുടെ ശബ്ദം എന്താണ് എന്ന് അതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും. ബ്രീത്തിങ് കപ്പാസിറ്റി ചില ടെക്നിക്സിലൂടെ, എക്സസൈസിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിച്ച്, ശ്രുതി ബോധം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിച്ച് ആക്യുറസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ശബ്ദത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ട്, പലരും ഈ അകത്ത് വെച്ചൊക്കെ ഇങ്ങനെ തുറന്ന് പാടാതെ അവരുടെ ശബ്ദത്തിൻ്റെ ഒരു ക്വാളിറ്റിയും അവരുടെ ശബ്ദത്തിൻ്റെ ഒരു കപ്പാസിറ്റിയും പൂർണ്ണമായിട്ട് ഇങ്ങനെ പുറത്തു കൊണ്ടുവരാതെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പാടുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് അവരുടെ ശബ്ദത്തെ, അവരുടെ പൊട്ടൻഷ്യലിനെ കൊണ്ടുവരാനായിട്ട്, പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ ഒരു ട്രെയിനിങ് കൊണ്ട് സാധിക്കും. പിന്നെ മെയിൻറ്റെയിൻ വോക്കൽ ഹൈജീൻ, ശബ്ദം ആരോഗ്യത്തോടെ വൃത്തിയോടെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ബോധം നമ്മളിൽ ഈ ഒരു ട്രെയിനിങ് തരും. ഹെൽത്തി വോയിസ്, ശരിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു വോയിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ട്രെയിനിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവയർനെസ് ഓൺ വോയിസ് യൂസ് ആൻഡ് കെയർ, ശബ്ദം എങ്ങനെ സംരക്ഷിക്കണം, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കൊരു ബോധം ഉണ്ടാകും. ചില പാട്ടുകാരല്ലെങ്കിൽ ശബ്ദം സീരിയസ് ആയിട്ട് എടുക്കാറില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഒച്ചത്തിൽ വിളിക്കും, പിന്നെ തൊണ്ട കീറി വിളിക്കുക, ഇതൊക്കെ നമ്മുടെ വോക്കൽ കോഡ്സിന് സ്ക്രാച്ചസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ നമുക്കൊരു അവയർനെസ്, ഈ ശബ്ദം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ സൂക്ഷിക്കണമെന്നുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകും. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ യേശുദാസനെ പോലെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്ന ആ ആഗ്രഹമൊക്കെ നിന്ന് മാറിക്കിട്ടും. എൻ്റെ ശബ്ദത്തെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പലരും അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, എനിക്ക് മറ്റൊരാളുടെ ശബ്ദമാകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ അല്ല. എൻ്റെ ശബ്ദത്തെ, അതിൻ്റെ കപ്പാസിറ്റിയെ ബിൽഡ് ചെയ്ത് അതിൽ ഒന്ന് കോൺഫിഡൻ്റ് ആക്കുകയാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ ചെയ്യുന്നത്. ഇപ്പോൾ ചില ലേഡീസ് പറയും എൻ്റെ വോയിസ് കുറച്ച് സ്വീറ്റ് ആയിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വീറ്റ് ആക്കി, അതിനെ ഒരു ചേഞ്ച് ആക്കി എടുക്കാനായിട്ടല്ല നമ്മുടെ ട്രെയിനിങ്ങിൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ വോയിസ് എന്ന് പറയുന്നത് യൂണീക്കാണ്, അത് നിങ്ങളുടെ മാത്രം ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോൾ ഉഷാ ഉതുപ്പ് എന്ന് പറയുന്ന സിംഗർ നിങ്ങൾക്കറിയാം. ഒരു നോർമൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഫീമെയിൽ വോയിസ് അല്ല, പക്ഷെ അവരുടെ ആ ശബ്ദം കൊണ്ട് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി അവർ ബിൽഡ് ചെയ്തു. അപ്പോൾ നമ്മളും നമ്മുടെ ശബ്ദത്തെ, വേറൊരാളുടെ ശബ്ദത്തെ നമ്മൾ മിമിക്ക് ചെയ്യുകയല്ല, അതുപോലെ ആകാനായിട്ട് ശ്രമിക്കുകയല്ല, നമ്മുടെ ഓൺ വോയിസിനെ കണ്ടെത്തുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയും ആ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വോയിസ് കൊണ്ടുവരികയും ചെയ്യുക. അതുകൊണ്ട് മറ്റുള്ളവർക്ക് എത്രത്തോളം ഹാപ്പി ആക്കാനായിട്ട് പറ്റുമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ഫോക്കസ്. എങ്ങനെയാണ് ഈ ഒരു ട്രെയിനിങ് മുമ്പോട്ട് പോകുന്നത്? അപ്പോൾ അതിനകത്ത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ വീഡിയോ ലെസൺസ് ആയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 2 കോഴ്സുകളുണ്ട് നമുക്ക്. ഇൻട്രൊഡക്ഷൻ ടു വോയിസ് ട്രെയിനിങ് എന്ന് പറയുന്ന 1 hour ക്ലാസ് ഉണ്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ ശബ്ദം ഉണ്ടാകുന്നത്, നമ്മുടെ വോക്കൽ ഹൈജീൻ എങ്ങനെ വൃത്തിയായിട്ട് ആ ശബ്ദം സൂക്ഷിക്കാം, മ്യൂസിക്കൽ പിച്ച്, ശ്രുതി എന്താണ്, ബ്രീത്തിങ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, പാട്ട് പാടുമ്പോൾ സംസാരിക്കുമ്പോൾ ബ്രീത്തിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്,
1 മന്ത് ട്രെയിനിങ്ങിൻ്റെ, അപ്പോൾ ഈ 1 അവർ ക്ലാസ് കഴിഞ്ഞിട്ടാണ് 1 മന്ത് ട്രെയിനിങ് വരുന്നത്. അപ്പോൾ 1 മന്ത് ട്രെയിനിങ്ങിൻ്റെ ഫീസ് ഡീറ്റെയിൽസ്, സിലബസ് ഇതെല്ലാം വിശദമാക്കുന്നത് ഈ 1 അവർ ക്ലാസ്സിലാണ്. അപ്പോൾ ആദ്യം 1 അവർ ക്ലാസ്സിലാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത്. അടുത്ത് 1 മന്ത് ട്രെയിനിങ്ങിനകത്ത് വരുന്നത് വാമപ്പ് എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, പിച്ച് ഇംപ്രൂവ്മെന്റ് എക്സസൈസ് വരും, വോക്കൽ എക്സസൈസ് വരും, പിന്നെ ഹൈ പിച്ച് ലോ പിച്ച് എക്സസൈസ് വരും. ഇതൊക്കെ എക്സസൈസ് ആണ്. മറ്റ് 1 അവറിൽ ഒരു ഇൻട്രഡക്ഷൻ, ഒരു തിയറി പാർട്ട്, എങ്ങനെയൊക്കെയാണെന്ന് കാര്യങ്ങൾ വിശദമാക്കുന്നതാണ്. ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം എഫർട്ട് എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ 1 മന്ത് ട്രെയിനിങ്ങിൽ വരുമ്പോൾ കംപ്ലീറ്റ് എക്സസൈസ് വീഡിയോസ് ആണ്, അത് ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ വീഡിയോ ലെസൺസ്, മൊബൈൽ ആപ്ലിക്കേഷനിലെ വീഡിയോ ലെസൺസ് ആണ് പ്രധാനപ്പെട്ടത്. റെക്കോർഡഡ് ക്ലാസ്സസ് വിത്ത് വീഡിയോ ഡെമോൺസ്ട്രേഷൻ, വിശദമായി എങ്ങനെയാണ് എക്സസൈസുകൾ ചെയ്യേണ്ടതെന്ന് ഒരാൾ നിങ്ങളെ കാണിച്ച് പഠിപ്പിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ കോഴ്സ് ആക്സസ് ചെയ്യാം. ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. നിങ്ങൾ പർച്ചേസ് കഴിയുമ്പോൾ ലൈഫ് ടൈം വാലിഡിറ്റി ആയിട്ട് ആ ക്ലാസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് വാട്സപ്പ് പോലെയൊന്നും വാട്സപ്പിലൊക്കെ വീഡിയോ അയക്കുമ്പോൾ ഡിലീറ്റ് ആകുന്നത് പോലെയോ ഡൗൺലോഡ് ആകാതിരിക്കാൻ പറ്റുന്നത് പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് ഈ 1 മന്ത് ട്രെയിനിങ്ങിൽ വരുന്നത് ചാറ്റ് സപ്പോർട്ട്, ഹോംവർക്ക് സബ്മിഷൻ ഓൺ വാട്സപ്പ്. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആ ലെസൺസിലെ എക്സസൈസ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നി, അപ്പോൾ അത് ആരോട് ചോദിക്കുമെന്ന് നിങ്ങൾ കൺഫ്യൂഷൻ ആകുന്ന വേണ്ട, നേരെ നമ്മുടെ വാട്സപ്പിലേക്ക് വരിക, ആ ലെസണെ കുറിച്ചുള്ള സംശയം ചോദിക്കുക. അത് ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് ഞാനത് ഹെൽപ്പ് ചെയ്യും, അതിൽ ഡൗട്ട് ക്ലിയർ ചെയ്യും. പിന്നെ ഓരോ ലെസൻ്റെയും അവസാനം ചെറിയ ചെറിയ ഹോംവർക്കുകളൊക്കെ തന്നിട്ടുണ്ട്, അത് സബ്മിറ്റ് ചെയ്യേണ്ടുന്നതും വാട്സപ്പിലാണ്. വാട്സപ്പിൽ അതിൻ്റെ മറുപടി തരിക. നമ്മുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഏതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിലാണ് എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത്. 6238241968. ഇതാണ് നമ്മുടെ മെയിൻ നമ്പർ. അപ്പോൾ നമ്മുടെ നമ്പർ ഇത് സേവ് ചെയ്യുക. മറ്റ് പല കാറ്റഗറി ആയിട്ട് ഒരുപക്ഷെ വാട്സപ്പും ടെലഗ്രാം ഗ്രൂപ്പും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിലെ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ വരുന്നത് വീക്ക്ലി സൂം മീറ്റിംഗ് ആണ്. അതിൽ ഫ്രൈഡേ 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് അവരുടെ ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രൈഡേ എല്ലാ വെള്ളിയാഴ്ചയും സൂം മീറ്റിംഗ് ഉണ്ട്. ഫ്രൈഡേ 9:15 ആ മീറ്റിംഗ് നടക്കുന്നത്. ആ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആക്സസ് കിട്ടുന്നത്. അതിനെ വോക്കൽ ക്ലബ് മീറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ക്ലാസ് അല്ല, ബട്ട് ക്ലാരിഫൈസ് ഡൗട്ട്സ്, സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമ്മുടെ വോക്കൽ കെയറിൻ്റെ പുതിയ ഫീച്ചേഴ്സ്, എന്തെങ്കിലും അപ്ഡേഷനൊക്കെ വരുമ്പോൾ അത് അറിയിക്കുന്നതും ഈ ഒരു വോക്കൽ ക്ലബ് മീറ്റിങ്ങിലായിരിക്കും. അതിലുപരി ഒരു ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യാനും ഒരു സൗഹൃദം പങ്കിടാനും കൂടുതൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ആരൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ വോക്കൽ ക്ലബ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച നടക്കുന്ന വോക്കൽ ക്ലബ് മീറ്റിംഗ് ആണ്. പിന്നെ വെനസ്ഡേ നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെനസ്ഡേ മീറ്റിംഗ് ആണ്. ഇതൊരു വെൽക്കം മീറ്റിംഗ് ആണ്. എന്താണ് ഈ വോക്കൽ കെയർ എന്ന് പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് ഒരു ക്ലാരിറ്റി, ഇതാണ് വോക്കൽ കെയർ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് നിങ്ങളിലേക്ക് ശരിയായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെനസ്ഡേയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ആക്സസ് ആണ്. നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, വോക്കൽ കെയർ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളെല്ലാവരും ചിലരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിനകത്ത് ഓഫേഴ്സും അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലെസൺ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മൊബൈൽ ആപ്ലിക്കേഷനിലാണ്. ആ ആപ്ലിക്കേഷനിൽ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമായിട്ടായിരിക്കും ആ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പരസ്പരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, നിങ്ങളുടെ പാട്ടുകൾ അപ്ലോഡ് ചെയ്യാം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആക്സസ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പം മലയാളത്തിൽ ഇങ്ങനെ വോക്കലിസ്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയും കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പ്രധാന കാര്യങ്ങൾ: വീഡിയോ ലെസൺസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ, ചാറ്റ് സപ്പോർട്ട് വാട്സപ്പിൽ, ഹോംവർക്ക് സബ്മിഷൻ എല്ലാം വാട്സപ്പിൽ, വീക്ക്ലി സൂം മീറ്റിംഗ് 2 സൂം മീറ്റിംഗ് ഉണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി ആക്സസ്. പിന്നെ വരുന്നത് അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി പാർട്ണറായിട്ട് സെലക്ട് ചെയ്യാം. സാധാരണ ഇപ്പം ഞാൻ രാവിലെ നടക്കാൻ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ രാവിലെ ആകുമ്പോൾ മടി തോന്നി. പക്ഷെ വേറൊരാൾ കൂടെ ഉണ്ടെങ്കിൽ രാവിലെ വന്ന് വിളിക്കുമ്പോൾ എനിക്ക് പോകാനായിട്ടുള്ള ഒരു ഉത്സാഹം തോന്നും.
അപ്പോൾ അതുപോലെ ഈ ഒരു ട്രെയിനിങ്ങിൽ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അദ്ദേഹം നിങ്ങളെ എൻകറേജ് ചെയ്യും, നിങ്ങൾ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യണം. എന്തായി, ഈ ലെസണൊക്കെ ചെയ്തോ എന്ന് പരസ്പരം ചോദിക്കാനും എൻകറേജ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ നിങ്ങൾക്ക് തരും. അപ്പോൾ അതാണ് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വരുന്നത് നമുക്ക് ഡെയിലി സ്കോർ ബോർഡ്. നിങ്ങളുടെ പ്രോഗ്രസ് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ പ്രോഗ്രസ് എന്താണ്, നിങ്ങൾ എത്രത്തോളം ഈ ഒരു ട്രെയിനിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സ്കോർ ബോർഡ് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്കോർ ബോർഡിൻ്റെ മോഡൽ. അപ്പോൾ ഇതിനകത്ത് തീയതി, ഓരോ ദിവസത്തെയും തീയതി താഴെ താഴെ എഴുതി ഓരോ എക്സസൈസുകളും ചെയ്യുന്നതിൻ്റെ സ്കോർ എത്രയാണെന്ന് ഇതിൽ നമ്മൾ എഴുതി പോകും. അപ്പോൾ ഇതാ ഒരാളുടെ സ്കോർ ബോർഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില എക്സസൈസുകൾ ആദ്യം 48 സെക്കൻഡ്സ് ആയിരുന്നത് പിന്നെ അവസാനം 50, 55, 62 റീച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാത്തിനും ഒരു പ്രോഗ്രസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ലെസൺസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ, ചാറ്റ് സപ്പോർട്ട് വാട്സപ്പിൽ, വീക്ക്ലി സൂം മീറ്റിംഗ് സൂമിൽ, കമ്മ്യൂണിറ്റി ആക്സസ് ഉണ്ട്, അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ട്, ഡെയിലി സ്കോർ ബോർഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ആണ്. വെറും ഒരു വീഡിയോ ലെസൺസ് തന്നിട്ട് നിങ്ങൾ അത് കണ്ട് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യാനായിട്ട്, ഉറപ്പുവരുത്താനായിട്ട് മാക്സിമം ഞാൻ കൂടെ ഉണ്ടാകും. ഈ പല ഫീച്ചറുകളിലൂടെ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് അപ്പോൾ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടും. എന്നിട്ട് അതിനകത്ത് 1 hour ക്ലാസ് കാണുക. അതിനുശേഷം ആ 1 hour ക്ലാസ് കണ്ടിട്ട് 1 monthലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. പിന്നെ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ലേണിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ഡൗട്ട്സിനും നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടുന്നത് ഈ 6238241968 എന്ന് പറയുന്ന നമ്പറിലാണ്. അപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ 6238241968 എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടെ ഞാൻ അവസാനിപ്പിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ട്? പിന്നെ ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു ഓഫർ ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ 1 hour ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്കിൽ ഞാനൊന്ന് ഡെമോ തന്നെ കാണിച്ചു തരാം. നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ 1 hour ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റർ കൂപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കാണും. നോർമലി ഇത് 99 രൂപയാണ്. അത് സർവീസ് ചാർജ് ഉൾപ്പെടെ 100 രൂപ 98 പൈസയാണ് കാണിക്കുന്നത്. പക്ഷേ എൻ്റർ കൂപ്പണിൽ പോയിട്ട് നിങ്ങൾ സൂം എന്ന്, അതായത് നിങ്ങളിന്ന് സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് സൂം എന്ന് പറയുന്ന ഓഫർ കോഡ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്താൽ 70 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യും. ഒരു 30 രൂപയുടെ കുറവ് ഉണ്ടാകും. അപ്പോൾ ഈ ഓഫർ ഇന്ന് 12 മണി വരെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. ഇത് മൊത്തം എത്ര നാളത്തേക്കുള്ള കോഴ്സാണ് ഇത്? ഒരു മാസം കൊണ്ട് തീരുന്നതാണോ അതെയോ അതിനേക്കാൾ കൂടുതൽ കാലാവധി വേണ്ടി വരുമോ? 1 monthന്റെ കാര്യമാണോ ചോദിച്ചത്? 1 month. 1 month, അതെ, അത് ഒരു മാസത്തെ കോഴ്സാണ്. പക്ഷെ ലൈഫ് ടൈം വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആകുകയോ എന്തെങ്കിലും മാറ്റി വെക്കേണ്ടി വരികയോ ചെയ്താൽ ആക്സസ് വാലിഡിറ്റി ലൈഫ് ലോങ് ആണ്. ഒരു മാസം കൊണ്ട് നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആവും? അതെ, റെഗുലർ ആയിട്ട് ചെയ്താൽ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ. മറ്റാർക്കെങ്കിലും സംശയമോ ചോദ്യമുണ്ടോ? അതിന് എത്ര രൂപയാ ഫീസ് വരുന്നത് ഒരു മാസത്തെ കോഴ്സിനും എല്ലാം മൊത്തം പാക്കേജിന്റെ ഫീസ്? എല്ലാവർക്കും അറിയാനായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. ഫീസിനെ കുറിച്ച് വേറെ വറീഡ് ആകണ്ട. നമ്മൾ 8000 ആണ് അതിന് ചാർജ് വെച്ചിരിക്കുന്നത്. പക്ഷെ 1 hour ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു 50% ഓഫർ കിട്ടും. 3999 രൂപയ്ക്ക് 1 month ട്രെയിനിങ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഈ എല്ലാ ഫീച്ചറും കൂടെ, ലെസൺസ്, മൊബൈൽ ആപ്ലിക്കേഷൻ ലെസൺസ്, മറ്റ് ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ രണ്ടാമത് ചിന്തിച്ചാൽ മതി. പക്ഷെ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട് എന്നുള്ളവർ
ഈ 70 രൂപയ്ക്ക് 1 അവർ ക്ലാസ് കാണുക. അപ്പോൾ അത് കാണുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ചൊന്നും ഞാൻ 1 അവറിൽ പറയുന്നില്ല. ആ ടൂൾസൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ടൂൾസ് ഉപയോഗിക്കുന്നത് ഇവിടെ പറഞ്ഞതുകൊണ്ട് അതവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 1 അവർ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടതും ശബ്ദവുമായി ബന്ധപ്പെട്ടതും വളരെ ഡീപ്പായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അതിനകത്ത് കവർ ചെയ്യുന്നത്. ഞാൻ ഇന്ന് പകല് ഫീസ് അടയ്ക്കാൻ നോക്കിയിട്ട് എനിക്കത് പറ്റിയില്ല. ലിങ്കിനകത്ത് ടെക്നിക്കൽ എറർ എന്നൊരു മെസ്സേജ് വരികയാണ്. അപ്പോൾ ഇത് വെബ്സൈറ്റ് കയറിയാണോ അതെയോ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ടാണോ ഏതെങ്കിലും ആപ്പിന് പേ? അല്ലല്ല, ഞാൻ തന്നിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ഓക്കെ, ഞാൻ സ്ക്രീൻ കാണാമോ? ഒറ്റ സെക്കൻഡ്, ഞാൻ വെബ്സൈറ്റിലോട്ട് കയറിയാൽ ഓക്കെ കാണാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇതാ നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, അവിടെ അടിച്ചപ്പോഴാണ് കുറച്ച് ടെക്നിക്കൽ എറർ ഇടയ്ക്ക്. അതെ, രജിസ്റ്റർ ബട്ടൺ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്കിലേക്ക് പോകും. അവിടെ നിങ്ങളെ ഫോൺ നമ്പരും പേരും ഇമെയിൽ ഐ ഡിയും ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യാം. അവിടെ അപ്പോൾ OTP ചോദിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപ്. അപ്പോൾ നിങ്ങളാണെന്ന് വെരിഫൈ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞു, ആ സ്റ്റേജ് വരെ കഴിഞ്ഞു, പിന്നെയാണ് പ്രോബ്ലം കണ്ടത്. ഓക്കെ, എന്നിട്ട് അവിടെ സൂം എന്ന് പറയുന്ന ഒരു ഓഫർ കോഡ് കൊടുക്കുക. അപ്പോൾ 70 രൂപ കാണിക്കും. പിന്നെ പ്രൊസീഡ് ടു പേ കൊടുക്കുക. ഇപ്പോൾ എനിക്കിതിനകത്ത് പ്രൊസീഡ് ടു പേ കൊടുത്താലും എൻ്റെ തന്നെ അക്കൗണ്ട് ആയതുകൊണ്ട് യു കനോട്ട് പർച്ചേസ് യുവർ ഓൺ സർവീസ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറം എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ പ്രൊസീഡ് ടു പേ കൊടുക്കാം. അപ്പോൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ വിസ കാർഡോ റൂപേയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ആ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടോ? അത് ക്ലിയർ ആയി.